ഓണത്തിൻ്റെ തനതായ രുചിക്കൂട്ടുകളും ഓണപ്പാട്ടുകളും നൃത്തരൂപങ്ങളും ഒക്കെ ആസ്വദിക്കുവാനും അതിനോടൊപ്പം പഴയകാലത്തെ ഓണത്തിൻ്റെ മധുരമായ ഓർമ്മകൾ അയവിറക്കാനും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. കലാപരിപാടികൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതിനു മുൻപായി നിങ്ങളോട് 2 വാക്ക് പറയണ്ടേ സ്റ്റേജിലേക്ക് വരുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി മലയാളി അസോസിയേഷൻ്റെ ഭാരവാഹിയായും ട്രസ്റ്റിയായും മറ്റ് അനൗദ്യോഗിക വേഷങ്ങളിലും തിളങ്ങിയിട്ടുള്ള തൻ്റെ വിലപ്പെട്ട സമയം വളരെ ഉദാരമായി തന്നെ അസോസിയേഷൻ്റെ നടത്തിപ്പിനായി സംഭാവന ചെയ്ത ഒരുപക്ഷെ മിസ്റ്റർ കോമ എന്ന ഒരു വിശേഷണമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യനായ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനും അതിലേറെ പ്രിയങ്കരനുമായ നമ്മുടെ സെൻട്രൽ ഒഹായോ മലയാളി അസോസിയേഷൻ 2015 പ്രസിഡന്റ് ശ്രീ അരുൺകുമാർ രാധാകൃഷ്ണനാണ്. Welcoming to the stage for the welcome speech, our 2015 President, Arunkumar Radhakrishnan. Thank you. Hello. Smita, thank you for the kind words. എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, സദ്യ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു സദ്യ കാണിച്ചുള്ള ആശയത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് ഇന്ന് അവിട്ടം നാളാണ്. നമ്മൾ കോവിഡ് ഓണം നോർമലി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെയൊക്കെ കൂടെ അവിട്ടം നാളിൽ ഒരു ഓണസദ്യ കഴിച്ചു, നിങ്ങളെ കാണാൻ പറ്റി. അതൊക്കെ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ 1-2 കാര്യങ്ങൾ. ഓണം എന്ന് പറയുമ്പോൾ നോർമലി മലയാളി മനസ്സിനും മലയാളി മണ്ണിനും ഒത്തിരി സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പം ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു വേങ്ങലുണ്ട്. എത്ര തിരക്കായാലും കോമഡി ഇമെയിൽ വന്നാൽ നിങ്ങളൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. അപ്പം ഇന്ന് ഇത്രയും തിരക്ക് എനിക്കറിയാം. നമ്മുടെ പല ഫ്രണ്ട്സിന് ചേസ് ഫ്രണ്ട്സിൻ്റെ ഇൻസ്റ്റാളുണ്ട്, വീട്ടിലവർക്ക് പല സ്കെഡ്യൂൾ കോൺഫ്ലിക്ട്സ് ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തം പേരിലും കോമ എക്സിക്യൂട്ടീവ് ടീമിൻ്റെ പേരിലും കോമ ട്രസ്റ്റ് ടീമിൻ്റെ പേരിലും എല്ലാം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഫ്രണ്ട് ഡെസ്കിൽ 1-2 പ്രാവശ്യം നോക്കുമ്പോൾ കുറേ മാതാപിതാക്കൾ ലൈക്ക് സമ്മർ വെക്കേഷനിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ 1-2 സന്തോഷമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ കോമയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ ശേഷം ഈ സ്കൂൾ കിഡ്സ് കോളേജ് കിഡ്സ് ഒഹായോ സ്റ്റേറ്റിൽ ഒരു കണക്ഷൻ കിട്ടാൻ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം we are proud to say we have 5-6 kids from Ohio State here. They came from Vivek. Thank you for doing this. ഇതൊരു ലോങ് ടേം ഒരു കമ്മിറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. വെൽക്കം അഗൈൻ യു ഗൈസ്. പിന്നെ ഒത്തിരി നമ്മൾ ഇത് ഇവന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഒത്തിരി സമയം നമ്മുടെ പല കലാകാരന്മാർ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് കലാപരിപാടിക്ക് വെയിറ്റ് ചെയ്യുന്നതിന് എനിക്കറിയാം. ഒത്തിരി ആൾക്കാരും ഒത്തിരി സമയം ലൈക്ക് 2-3 മാസത്തോളം അവർ വർക്ക് ചെയ്തു. അവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതിനു പുറമെ നിങ്ങൾ കണ്ടു ലൈവ് ഓർക്കസ്ട്ര. ലോട്ട് ഓഫ് കിഡ്സ് ടുക്ക് ദെയർ ടൈം. ദേ പ്രാക്ടീസ് ഫോർ I want to say 2 months. അത്രയും ബുദ്ധിമുട്ട് ചെയ്തതാണ്. അവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഗ്രൂപ്പാണ് നമ്മുടെ സ്പോൺസേഴ്സ്. നിങ്ങൾക്കറിയായിരിക്കാം ജേസൺ ആൻഡ് എറിക്. They are with us for I want to say right from 2010. If there is a program for COMA, they are there to support us. If you get a chance, just say hello to them. I want to welcome Jason and Eric to this show. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്നും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അടുത്തതായി നമ്മൾ ഈ കോമയുടെ ആക്ടിവിറ്റീസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും ഞങ്ങൾ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറഞ്ഞൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ ടീം കമ്മിറ്റി ഫോർ കമ്മ്യൂണിറ്റി. വാട്ട് വി മെൻ ബൈ ദാറ്റ് വാസ് വി വാണ്ട് ടു മേക്ക് ഷുവർ നിങ്ങൾക്കൊക്കെ നല്ല കലാപരിപാടികൾ ചെയ്യണം. അതിന് പുറമെ വി തോട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വി ഷുഡ് ഹാവ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. സോ വി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. That's one of the motto, like the driving factor for us is commitment back to community. So അതിനെപ്പറ്റി സംസാരിക്കാൻ കോമയുടെ ജനറൽ സെക്രട്ടറി നിഷ് നിശാന്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിഷിനെ വിളിക്കുന്നതിന് മുമ്പ് 1-2 കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കോമയുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസ്, ഫേസ്ബുക്ക്, വെബ്സൈറ്റ്. It's a daunting task updating everything, sending the kick up reminders, a lot of things.
He's the man behind it. So he do a lot of work. So I welcome Nish Nishant on the stage. Nish, thank you. Hello everyone, good afternoon. I hope all of you had a good lunch served to you by our volunteers with smiling faces. Having good food in front of you is one of the little joys in life. Unfortunately, not everyone can consider that to be a normal part of their lives. It has been a fundamental goal of our team to empower the community here to participate in charitable and benevolent activities. So we organized 2 YWCA Host to Me events this year. For those of you that don't know what is involved there, it's essentially a group of 10 to 12 volunteers going to the YWCA with raw food materials, preparing a meal in the kitchen and serving the food to a group of people ranging from 150 to 200 depending on the day. So most of these people are either temporarily or permanently homeless and they live in the YWCA shelter. And this includes teenagers, toddlers, and even infants. So we're doing a 3rd Host to Me event in October, and I want to thank all of you for the astonishingly quick response to the call for volunteers. I'm not kidding when I say that within 45 minutes of sending the email out, all the spots were filled up. In fact, incredibly, most of those sign-ups were from our young adults aged between 12 and 17. Yeah. In addition to the Host a Meal, Como also involves itself in a program called Wheels on Meals, organized by the Life Care Alliance. So Wheels on Meals is essentially 2 to 4 volunteers. Meals on Wheels, I apologize for that. So Meals on Wheels is essentially a program where 2 to 4 volunteers collect prepared food from a specific location and deliver it to 10 to 12 homes in a single route. So most of these homes are owned by people in a financially dilapidated condition or chronically ill. So volunteers typically open containers, serve the food, and even help the disabled get to the table. So we have had a lot of people sign up for this venture. But I want to call on stage 2 very special individuals, Shom Thomas and Rohan Shom. They were our very first and second volunteers. So Rohan, so I would like you to say a few words to the younger people in the audience about your experience. I just want to say that the Meals on Wheels experience was really great. I got to see parts of Columbus that I had never seen before and help people in need. Thanks, Ron. Michelle, you want to add something there? So I've been looking around for a volunteer program where you have the flexibility to go anytime to any area of Columbus and deliver something in 2 or 3 hours, do some charity. This is one of the most flexible programs in which anybody who is busy could have time on a weekend to go to. And from my experience, it's one of fun, adventure and rewarding. Why adventure and rewarding? Each time you go, you're going to a new community, otherwise you've never been to. You kind of get to see people, and if I talk about experience of people, I've been at one place where I opened a door, I sometimes knock twice. There's a grumpy old man who comes back, he has got a frown on his face, asking me why did I knock on the door twice. So it's interesting. And then I said him, sir, I'm here to deliver meals. And you see the smile on his face, how it's changed. And it gives you a rewarding feeling that you're doing something, the time you dedicate towards that. Same thing like, for example, for Rohan. I mean, he's not used to seeing places other than in the cloistered community he lives. So he gets to see places where there are people who are less privileged than he is, who actually are in these communities. And for him, it's a revealing feeling to see, so how blessed I am where I'm living. And also, in a way, sometimes it's good, it helps you tell stories also in your past about what are the experiences you have had. And the third thing, at the end of the day, it's very rewarding because you have spent 3 to 4 hours of your time doing something that is valuable for the community. It's all about what you give to the community and what the community gave you. And I think that way it's very rewarding. And I would encourage all of you to actually join in as part of COMA
to be able to make what I call make an impression to the local community. And I think they have provided us a very good opportunity as a community to outreach to our extended community and to serve them better. Thank you. Thank you, Shom, and thank you, Rohan. I think they've set an outstanding example for all of us to emulate. That's all I have, really. I wish you all a very happy Onam. Have fun. Take it easy.